നമസ്കാരം. കഴിഞ്ഞ ദിവസം മാധവൻ ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തിയിരുന്ന ഞാൻ ദിലീപേട്ടനെ കാണുകയുണ്ടായി. അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ ഈ മനുഷ്യനെ കണ്ടിട്ട് വളരെ ഒരു സങ്കടമാണ് എനിക്ക് തോന്നിയത്. കാരണം 1-2 ദിവസത്തെ ഉറക്കക്കുറവുണ്ട് ഈ മനുഷ്യൻ്റെ മുഖത്തുണ്ട്. അത് നന്നായി നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അല്ലാതെ തന്നെ പുള്ളി ആരോഗ്യപരമായി വളരെ ക്ഷീണിതനാണ്. ഇനിയിപ്പം പുതിയ പ്രൊജക്റ്റിന് വേണ്ടി മറ്റും വെയിറ്റ് കുറയ്ക്കുകയോ വല്ലതും ചെയ്താണോ എന്നും എനിക്കറിയില്ല. സിനിമാക്കാരായതുകൊണ്ട് ചിലപ്പം അവരങ്ങനെയും ചെയ്യാറുണ്ട്. ചില ഒരു പുതിയ വർക്കിന് വേണ്ടി ശരീരഭാരം കുറയ്ക്കുക, അതല്ലെങ്കിൽ ശരീരഭാരം കൂട്ടുക എന്നീ ടെക്നിക്കൊക്കെ അവർ വിനിയോഗിക്കാറുണ്ട്. എന്തായാലും എൻ്റെ കാഴ്ചപ്പാടിൽ ഈ മനുഷ്യൻ വളരെ ഒരു ക്ഷീണിതനായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം പണ്ടൊരിക്കൽ ഇദ്ദേഹവും സത്യൻ അന്തിക്കാട് സാറും കൂടെ വന്ന് പങ്കെടുത്ത ഒരു പൊതുവേദിയിൽ ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് സാറുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. സാറിൻ്റെ വീട്ടിൽ ഞാൻ 3-4 തവണ പോയിട്ടുള്ളതാണ്. സാറ് എന്നെ കണ്ട് അന്ന് ആ പൊതുവേദിയിൽ വെച്ച് ഇവർ കാറേ കയറ്റുന്ന മുമ്പാണ് പൊതുജനങ്ങളെ കാണുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ കൂടെ ഞാനും കൈ കൊടുത്തു. അന്നേരം സത്യൻ അന്തിക്കാട് സാർ എന്നോട് ചോദിച്ചു, തൻ്റെ വീട് ഇവിടെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാർ എവിടെയാണെന്ന് പറഞ്ഞു. ഓക്കെ, 4-5 തവണ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഓർക്കാപ്പുറത്ത് എന്നെ കണ്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ ചോദിച്ചായിരിക്കും. ആയിക്കോട്ടെ. അന്ന് ദിലീപ് ചേട്ടൻ നല്ല സ്മാർട്ടായിരുന്നു, കണ്ടാൽ നല്ല ആരോഗ്യവാനും പക്ക സ്മാർട്ടുമായിരുന്നു. ഇപ്പം സ്മാർട്ട്നെസ്സിന് കുറവൊന്നുമില്ല, പക്ഷേ ശരീരം വല്ലാതെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ, അതായത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമുള്ള ഒരു കുടുംബാംഗങ്ങൾ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മാസങ്ങളോളം തീരെ വയ്യാതെയായി കിടന്ന് അവരെയും കൊണ്ട് നമ്മൾ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി മെനക്കെട്ട് ആകെ എന്താ പറയുക, ഒരു ക്ഷീണിതയായി ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നാൽ നമ്മുടെ ശരീരഭാരം ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് ശരി കഴിക്കാൻ പറ്റില്ല. സെക്കൻഡ്, നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അത്തരത്തിലൊരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് പൊതുവേ നമ്മൾ വല്ലാതെ അങ്ങ് ക്ഷീണിക്കും. ചുരുക്കത്തിൽ ആദ്യം തന്നെ നമ്മൾ ഈ മുടി വെട്ടാണ്ട് അല്ലെങ്കിൽ താടി ഒന്ന് ഷേവ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി തിട്ടപ്പെടുത്തി വെക്കുകയോ ചെയ്യാണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് തന്നെ കാണാം, മറ്റുള്ളവർക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആകെ ഒരു അവശതയാണ്. പോരാത്തതിന് നമ്മൾ ശാരീരികപരമായി ക്ഷീണിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്ന വ്യക്തികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക. എന്തായാലും സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഒക്കുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അടുത്ത മൂവിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കാം. അതിനുവേണ്ടിയായിരിക്കും ഈ താടിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, മുടിയും പെട്ടാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞു പോയൊരു മൂവിയുടെ പൂർത്തിയാക്കാതിരിക്കുന്ന മൂവിയുടെ കുറേ ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ചിലപ്പം അത്തരം പ്രകൃതിയിലേക്ക് ഇവർ എത്തിയതാവാം. എന്തായാലും എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം മാധവൻ ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോഴത്തെ ഒരു സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്, അല്ല മറ്റൊന്നുമല്ല. ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം മാധവൻ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അമ്മായച്ചൻ മാത്രമായിരുന്നില്ല, സാക്ഷാൽ അച്ഛനും കൂടെ തന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹമായിട്ട് അത്രത്തോളം ഇടപഴകിയിട്ടാണ് ഇവർ ജീവിച്ചിരുന്നതെന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരം ഒരു വ്യക്തികളുടെ വിയോഗം എന്ന് പറയുന്നത് ആർക്കും തന്നെ താങ്ങാനാവില്ല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പെട്ടെന്ന് കരഞ്ഞ് അത് പുറത്ത് കാണിക്കും അവരുടെ വിഷമം. പുരുഷന്മാരായ നമ്മൾ പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, ആത്മസംയമനം പാലിക്കും. നെഞ്ചത്തടിച്ച് അലമുറയിട്ട് കരയാനും ബഹളം വെക്കാനും അല്ലെങ്കിൽ ഏത് സമയം കണ്ണ് നിറച്ച് കണ്ണുനീരുമായിട്ട് നടക്കാനൊന്നും പുരുഷന്മാരെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ തീർച്ചയായിട്ടും ഉള്ളിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നതാണ് എനിക്ക് നമ്മുടെ ദിലീപേട്ടനെ കണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇറങ്ങുന്ന സിനിമകൾ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ ഈ ചാനലിലെ പരിപാടികൾ കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ മാന്യമായ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.